കൃഷ്ണപുരം വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അർണവ് ചികിത്സാ സഹായ നിധിയുടെ രണ്ടാം ഘട്ട ധനസമാഹരണം നടത്തി. കൃഷ്ണപുരം വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അർണവ് ചികിത്സാ സഹായ നിധിയുടെ രണ്ടാം ഘട്ട ധനസമാഹരണം നടന്നു. ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന അർണവ് എന്ന കുട്ടിയുടെ ചികിത്സാ ചെലവുകൾക്കായി വിശ്വഭാരതി സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തിയ നിധി സമാഹരണത്തിന്റെ തുകയാണ് കൈമാറിയത്. സഹായനിധി ചെയർമാൻ തണ്ടളത്ത് മുരളിക്ക് സ്കൂൾ ചെയർമാൻ മുഹമ്മദ് സൽമാൻ തുക കൈമാറി. അവർക്ക് ഈ നമ്മളൊരു പഴമൊഴി പറയുന്നത് അണ്ണാൻ കുഞ്ഞും തന്നാലായത് അവർക്ക് അവരുടെ കളക്ഷൻസ് അവരുടെ കയ്യിലുണ്ട്. എന്താ പറയുന്നത്, ഡ്രസ്സ് മേടിക്കാനോ പേന മേടിക്കാനോ അല്ലെങ്കിൽ അവരുടെ മറ്റത്യാവശ്യങ്ങൾക്കുള്ള അവരുടെ സ്വന്തമായ ഒരു കളക്ഷൻസ് എപ്പോഴും കുഞ്ഞുങ്ങളുടെ കയ്യിലുണ്ടാവും. അതിൽ നിന്ന് ഒരു സംഖ്യ നമ്മുടെ ഈ പിഞ്ചു കുഞ്ഞിന് വേണ്ടി വളരെ ദയനീയമായ കാഴ്ചകളാണ് നമ്മൾ വാട്സപ്പിൽ കൂടെ കാണുന്നത്. അതിൻ്റെ ഗ്രൂപ്പിൽ അർണവ് എന്ന് പറയുന്ന കുട്ടിയുടെ മജ്ജമാറ്റി വെക്കലിന് ഫണ്ട് സ്വീകരിക്കുന്ന ഒരു സംഘടന ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു വോളണ്ടിയർ സംഘടനയുണ്ട്. അപ്പം അതിൽ നിന്ന് നമ്മൾ കാണുന്നത് ആ കുഞ്ഞിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കരച്ചിലെന്ന് പറയുന്നത് വളരെ ഹൃദയഭേദകമാണ്. അപ്പം നമ്മളെ കൊണ്ടുവെക്കുന്ന ഒരു സഹായം നമ്മൾ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. 9 വയസ്സ് മാത്രം പ്രായമുള്ള തേവലപ്പുറം ഗവൺമെൻറ് സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന അർണവ് എന്ന് പറയുന്ന ഒരു കുട്ടി ഏതാണ്ട് കുറേ നാളുകളായി ക്യാൻസർ ബാധിതനായി തിരുവല്ല ബിൽവേഴ്സ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പക്ഷേ ഈ ചികിത്സയൊക്കെ നടത്തിയിട്ടും രോഗം പരിപൂർണമായും ഭേദമാകുന്നില്ല. ഡോക്ടർമാർ നിർദ്ദേശാനുസരണം ഏതാണ്ട് 50 ലക്ഷത്തിൽ മുകളിൽ തുക മുടക്കി മജ്ജമാറ്റിയുടെ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ രോഗം പരിപൂർണമായി ഭേദമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയുള്ളൂ. ഇതിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഈ വീട്ടുകാർക്ക് അതിനുള്ള മാർഗമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങളെ ആകെ വിളിച്ചുകൂട്ടി ഞങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ പ്രദേശത്ത് പിരിവ് നടത്തിയെങ്കിൽ പോലും വളരെ ഒരു 3 ലക്ഷം രൂപ മാത്രമേ പിരിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിന് ഞങ്ങൾ ജീവകാരുണ്യ പ്രവർത്തകരുടെ സേവനം തേടി ഈ വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗം, ആ വാർഡിലെ ഗ്രാമപഞ്ചായത്ത് അംഗം അടക്കം പഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം വിളിച്ചുകൂട്ടി അവരെ രക്ഷാധികാരികളാക്കിക്കൊണ്ട് ഈ കമ്മിറ്റി പ്രവർത്തനം നടത്തി വരുന്നതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഈ സ്കൂളിലെ അധ്യാപകരെയും ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരെയും സമീപിച്ച് അവർ ഒരു തുക ഞങ്ങളെ ഏൽപ്പിക്കുകയുണ്ടായി. പക്ഷേ ഇതുകൊണ്ടൊന്നും മതിയാകാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ നാട്ടിലൊക്കെ ജനകീയ സമിതികളും അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകളും പൊതുപ്രവർത്തകരെയൊക്കെ കണ്ട് ഞങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി കൈനീട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഭാരവാഹികളായ ജയപ്രകാശ് ചെമ്പകശ്ശേരിൽ, സന്ദീപ് ബാലുശ്ശേരിൽ, ശ്രീഹരി കൊട്ടിരേത്, ലതാ ജ്യോതികുമാർ, ശ്യാമ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ മാനേജർ കെ ശ്രീകുമാർ, PTA പ്രസിഡന്റ് സാബു വാസുദേവൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുധാ തങ്കച്ചി, പ്രിൻസിപ്പൽ പ്രഭാത് B എന്നിവർ സംസാരിച്ചു. PTA പ്രതിനിധികൾ, അധ്യാപക, അനധ്യാപക ജീവനക്കാർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. CT നെറ്റ് ന്യൂസ്, കായംകുളം.